Hey all, welcome to Impulse. So നമ്മൾ നോക്കാൻ പോകുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഇൻ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സബ്ജക്റ്റിനേക്കാൾ മോർ ഓവർ നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് ഒരുപാട് യൂസ്ഫുൾ ആകാൻ പോകുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സെപ്ഷണൽ ചിൽഡ്രൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ചിൽഡ്രൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ നമുക്ക് നോർമലി കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് താഴ്ന്നിട്ടായിരിക്കും അവരുണ്ടായിരിക്കുക. അപ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. മെന്റൽ ക്യാരക്ടേഴ്സിൽ കുറച്ച് കുറവോ, സെൻസറി എബിലിറ്റി, ന്യൂറോ മസ്കുലർ, സോഷ്യൽ ഇമോഷണൽ ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, മൾട്ടിപ്പിൾ ഹാൻഡിക്യാപ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പോയിന്റിൽ എവിടെയെങ്കിലും കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ എന്ത് പറയും, എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചിലത് മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പം നമ്മുടെ നോർമൽ സ്കൂൾ പ്രോഗ്രാമിൽ, റെഗുലർ സ്കൂൾ പ്രോഗ്രാമിൽ എല്ലാ രീതിയിലും എല്ലാ കുട്ടികൾക്കും കവർ ആവുന്ന രീതിയിലുള്ള സിലബസോ അല്ലെങ്കിൽ മൊഡ്യൂളോ അല്ല. ബിക്കോസ് അത് സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ. അതിന് കാരണം എന്തായിരിക്കും? ബിക്കോസ് എല്ലാ കുട്ടികളും ഒരുപോലെയാണോ? അങ്ങനെയാണെങ്കിൽ മെന്റലി റിട്ടാർഡ് ആവുന്നത്, ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ളത്, അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരുപോലെ ആവില്ല. സോ ഈ ഒരു കാറ്റഗറിയിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് വെച്ചാൽ ഗിഫ്റ്റഡ് ഓർ ടാലന്റഡ് ആയിരിക്കും. ഈ കുട്ടികൾക്ക് നോർമലി പോലെ ആയിരിക്കും, നല്ല പടം വരയ്ക്കുന്ന, നല്ല പാട്ട് പാടുന്ന കുട്ടികളായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഹാൻഡിക്യാപ്ഡ്, LD, ലേണിംഗ് ഡിസേബിലിറ്റി, ബിഹേവിയറൽ ഇഷ്യൂ ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. സോ നമ്മൾ ഈ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ ഈ മോഡിഫിക്കേഷൻ വരുത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാര്യം ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഡീൽ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം. സോ ഗിഫ്റ്റഡ് അല്ലെങ്കിൽ ടാലന്റിലാവുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ സ്കിൽസ് അപ്ഹീൽ ചെയ്താൽ മാത്രം മതി. നമ്മളതിനെ കുറയ്ക്കേണ്ട ഒന്നും ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ആൻഡ് ചിൽഡ്രൻ അറ്റ് റിസ്ക്, നോ ഡിസബിലിറ്റി ബട്ട് അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഇൻ ഡ്യൂ ടു ബർത്ത്, നർച്ചറിങ് ഓർ എൻവയോൺമെന്റ്. സോ നമുക്ക് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കുട്ടികൾ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഉണ്ടാവാറില്ല. ബട്ട് സ്റ്റിൽ ഭാവിയിൽ വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ബർത്ത് വഴി കിട്ടുന്നത് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ നർച്ചറിങ്, ഇതിലൊക്കെ മേ ബി എന്ത് ചെയ്യാം, മേ ബി റിസ്കുകളൊക്കെ ഡെവലപ്പ് ആകാം എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. സ്പെഷ്യൽ ഗ്രൂപ്പ് എന്നെ നമ്മളെ ഗ്രൂപ്പ് A ആയിട്ട് തിരിക്കണം. ഡിസേബിലിറ്റി, അവിടെയാണ് ലേണിംഗ് ഡിസേബിലിറ്റി, ഇത് നെഗറ്റീവ് ആണ്. സ്പീച്ച്, ലാംഗ്വേജ്, മെന്റലി റിട്ടാർഡ്, ഇമോഷണൽ, ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രൂപ്പ് B എക്സെപ്ഷണലി ഏബിൾഡ് ആണ്, ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് ആണ്. നമ്മൾ പറയില്ലേ ഗിഫ്റ്റ് ആൻഡ് ചൈൽഡ്, ചോസൺ ചൈൽഡ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെയാണ് കേട്ടോ. സോ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് അറിയുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്താണ് അസുഖം എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ്. സോ ലേണിംഗ് ഡിസബിലിറ്റി LD ആണെന്നുണ്ടെങ്കിൽ എ സിൻഡ്രോം ഇൻ ചിൽഡ്രൻ ഓഫ് നോർമൽ ഓർ എബോവ് ആവറേജ് ഇന്റലിജൻസ് ഷോയിങ് സ്പെസിഫിക് ഡിഫിക്കൽട്ടി, കുറച്ച് ഡിഫിക്കൽട്ടി കാണിക്കുക, റീഡിങ്, റൈറ്റിംഗ്, മാത്സിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടി കാണിക്കുവാണെങ്കിൽ ദേ ആർ ഹാവിങ് LD ആണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ LD ഒന്നും അങ്ങനെ ആരും നോക്കാറില്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് LD ഉണ്ടാവാറുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്കൂൾ പ്രോഗ്രാംസുകൾ ഉള്ളത് കൊണ്ട്. And core features, neurological origin, varies in severity, self-concept, excludes or other disability category, can negative impact education, work, daily life if untreated. So പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ല, നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടായിരിക്കും. അവർക്ക് എഴുതാൻ വായിക്കാൻ അറിയണ്ടാവില്ല. മേ ബി അത് ന്യൂറോളജിക്കൽ ഒറിജിൻ ആയിരിക്കാം, സയന്റിഫിക് ഒറിജിൻ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ വേറെയും അല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചില കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്താൽ അങ്ങ് ശരിയാവും കേട്ടോ. LD ചില ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ മിക്സ് ഓഫ് ഡിസോർഡേഴ്സ് ആയിരിക്കും. അത് മേ ബി ചിലപ്പോൾ വലുതാവുമ്പം വന്നേക്കാം. കൊച്ചു കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ട്രെയിനിങ് കൊടുത്താൽ അവരുടെ ലേണിംഗ് സ്റ്റൈലിലൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാം. ബോയ്സിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സോ അവർക്ക് ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആകാം, ഇമ്പൾസീവ് ആകാം, ഇമോഷണലി ഓവർ റിയാക്ട് ചെയ്യാം, അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടായിരിക്കാം, ആൻഡ് പെർസെപ്ഷ്യൽ മോട്ടോ പ്രോബ്ലം, അതായത് നമുക്ക് കോർഡിനേഷൻ ഉണ്ടാവില്ല, ഹാൻഡ് റൈറ്റിംഗ് പ്രോപ്പർ ആവില്ല, എക്ക് പകരം വേറെ അക്ഷരങ്ങളൊക്കെ എഴുതുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇപ്പം മെമ്മറി, അങ്ങനെ അധികം ബുദ്ധി ഉണ്ടാവില്ല, വികാസം ഉണ്ടാവില്ല, അവർക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടാവില്ല, അക്കാഡമിക് ഇഷ്യൂസുകൾ, മാത്സ്, സ്പെല്ലിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ഒക്കെ. ആൻഡ് സ്പീച്ച് പ്രോബ്ലം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വാക്കുകൾ അവർക്ക് പറയാൻ പറ്റാണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, ഇഷ്യൂസുകൾ ഉണ്ടാവുക, ഇതൊക്കെ നോർമൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആണ്. ആൻഡ് LDക്ക് ഉണ്ടാവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എൻവയോൺമെന്റിൽ പറഞ്ഞു, ന്യൂറോളജിക്കലൊക്കെ പറഞ്ഞില്ലേ. എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ പുവർ സ്കൂളിംഗ്, അൺസ്റ്റേബിൾ ഹോം, മാൽന്യൂട്രീഷൻ കാരണം വന്നേക്കാം. പക്ഷെ അതൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് LD മാറാം. ബ്രെയിൻ ഡാമേജ് വെച്ചാൽ നമുക്ക് ബ്രെയിൻ ഡാമേജ് ഓൾറെഡി ഉള്ളതാണ്, ബൈ ബർത്ത് കാരണമോ അല്ലെങ്കിൽ ആഫ്റ്റർ എക്സ്പോസിങ് ടു എൻവയോൺമെന്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വന്നാലും അത് പ്രശ്നം തന്നെയാണ്. ആൻഡ് ഓർഗാനിക്, ബയോളജിക്കൽ, ഫുഡ് അഡിക്റ്റീവ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമുക്ക് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന്
പറയുക. ഇവരാണ് നമ്മളെ ബോഡിയിലൂടെ എന്താണ് ഇമ്പൾസ് കടത്തിവിടുകയും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമുക്ക് ബ്രെയിന് സ്പൈനൽ കോഡ്, ഇത് നമ്മുടെ ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ വഴി സ്പൈനൽ കോഡ് വഴി ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം വരികയും അത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, സോ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി, പിന്നെ ജെനറ്റിക്സ് ആകാം കേട്ടോ. ജെനറ്റിക്സും ഒരു പ്രശ്നമാണ്, പക്ഷെ നമുക്കത് കംപ്ലീറ്റ്ലി ഒരു സയന്റിഫിക് സ്റ്റഡീസോ കാര്യങ്ങളോ ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു ഫാക്ടറാണ്. ഐഡന്റിഫിക്കേഷൻ പ്രോസസ് എങ്ങനെ നമുക്ക് ചെയ്യാം, ഏതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, കൂടുതലും ടീച്ചേഴ്സിനാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സോ മൾട്ടി ഡിസിപ്ലിനറി ടീം ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ ഇന്റലിജൻസ് നോക്കുക, പിന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ നോക്കുക, സ്കിൽ ബേസ്ഡ് അസസ്മെന്റുകൾ നടത്തുക. ഒന്നെങ്കിൽ ഈ പേരുകൾ പഠിക്കുക, ഇല്ലെങ്കിൽ ഈ പേരിൽ പഠിക്കുക. മിക്കവാറും ആൾക്കാർക്ക് പഠിക്കാൻ എളുപ്പം ഇത് തന്നെയായിരിക്കും, അതുകൊണ്ട് ഇത് തന്നെ പഠിക്കുക. സോ റെമഡൽ പ്രോഗ്രാം ആണെങ്കിൽ ഡാറ്റ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഇൻസ്ട്രക്ഷൻ, മൾട്ടി സെൻസറി മെത്തേഡ്, സ്റ്റഡി സ്കിൽ, മെറ്റാ കോഗ്നേറ്റീവ് ട്രെയിനിങ്, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, പിഒ അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. അതായത് അവർക്ക് സ്ട്രക്ചേർഡ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുത്ത്, അല്ല മോനെ ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയുന്നത് പോലെ മെമ്മറി നോക്കുക. മെമ്മറി കൂട്ടാൻ എന്താ ചെയ്യാൻ പറ്റുക, അറ്റൻഷൻ കൂട്ടാൻ എന്താ ചെയ്യാൻ പറ്റുക, പിന്നെ ടച്ച്, സൈറ്റ്, സൗണ്ട്. അതായത് നമുക്ക് നോർമലി ഒരു കുട്ടിക്ക് നമുക്ക് അസിസ്റ്റൻസിന്റെ ആവശ്യമില്ല, അവർ തന്നെ ചെയ്യും. പക്ഷേ ഈ കുട്ടിക്ക് നമുക്ക് അസിസ്റ്റൻസിന്റെ ആവശ്യം ആണ് എന്നുള്ളതാണ്. ഇനിയാണ് MR അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ്. സോ MR എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരിക്കലും മെന്റലി റിട്ടാർഡ് എന്ന് പറയില്ല, MR എന്നേ പറയുള്ളൂ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോളാം. IQ ബിലോ 70 ആയിരിക്കും. അഡാപ്റ്റീവ് ബിഹേവിയർ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. MRന്റെ കോസ് ജനറ്റിക്, ക്രോമസോമൽ ബ്രെയിൻ ഡാമേജ് ആയിരിക്കാം. കൾച്ചറൽ ഫാമിലി ഒരു ഫാക്ടറാണ്, നോ ബ്രെയിൻ ഡാമേജ് ആൻഡ് ബട്ട് ഫോർ ഡെപ്രിവൈഡ് എൻവയോൺമെന്റ്. സോ എൻവയോൺമെന്റ് കാരണം MR ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ചില കൾച്ചറിലൊക്കെ അല്ലെങ്കിൽ നോർത്തിലൊക്കെ കൂടുതൽ MR കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അവരൊക്കെ ഇങ്ങനെ ദൈവങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആരാധനകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അവിടെ ബ്രെയിൻ ഡാമേജ് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് കാരണമായിരിക്കും വരിക. MR നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അസസ്മെന്റ് തന്നെയാണ്, നേരത്തെ പറഞ്ഞ സെയിം അസസ്മെന്റ് ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല നമുക്ക് ചെക്ക് ലിസ്റ്റുകളുണ്ട് കേട്ടോ. വൈൻലൈൻ അഡാപ്റ്റീവ് ബിഹേവിയർ സ്കെയിൽ ഉണ്ട്. നമ്മൾ സെൽഫ് ഹെൽപ്പ് അസസ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷൻ, സോഷ്യലൈസേഷൻ ആൻഡ് പബ്ലിക് സ്കൂൾ വേർഷൻ ABS-PS എന്ന് പറയും, അഡാപ്റ്റീവ് ബിഹേവിയർ പബ്ലിക് സ്കൂൾ വേർഷൻ ഉണ്ട്, അതുവഴി നമുക്ക് ചെയ്യാം. ടീച്ചിങ് സ്ട്രാറ്റജി നമുക്ക് കുറച്ച് വ്യത്യാസമാണ്. കാരണം ഇവർക്കൊരു സ്പെഷ്യൽ ആണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൂടുതലും നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. ഇൻസ്ട്രക്ട് പ്രോഗ്രാം ആയിരിക്കും ആസ് നോൺ റിട്ടാർഡ് ചിൽഡ്രൻ. നമുക്ക് ഇപ്പം റിട്ടാർഡും ഉണ്ട്, നോൺ റിട്ടാർഡും ഉണ്ട്. അപ്പം നോൺ റിട്ടാർഡ് എന്തുവാണ്, നോർമലി ഉള്ള കുട്ടികൾ അവർക്ക് പോലെ തന്നെയാണ് ഇവിടെ കൊടുക്കുക. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ ടൈം എഫേർട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരുപാട് ടാസ്കുകൾ കൊടുക്കുക, ന്യൂസ് പേപ്പർ വായിപ്പിക്കുക, കുറച്ച് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുക, അവരെ കൊണ്ട് ബേസിക് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, പിന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുന്ന രീതിയിൽ. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ഡിസ്ട്രാക്ഷൻസുകൾ പെട്ടെന്ന് വരും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്തൂടെ എന്തെങ്കിലും കാര്യം നടക്കുവാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്, നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല അല്ലേ. അപ്പം പക്ഷേ ഇവർക്ക് അങ്ങനെ ഇവർക്ക് ഡിസ്ട്രാക്റ്റഡ് ആകും എന്നുള്ളതാണ്. ആൻഡ് ഫീഡ്ബാക്ക് സിസ്റ്റം കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. സോ ഹൈപ്പർ ആണ്, ഹൈപ്പോ അല്ല കേട്ടോ, തെറ്റിപ്പോവല്ലേ. സോ അവിടെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഹൈപ്പറായിട്ട് ആക്റ്റീവ് ആയിരിക്കുക, റെസ്റ്റ്ലെസ്, ഇമ്പൾസിവിറ്റി, ഇൻഅറ്റൻഷൻ, ഇതൊക്കെയാണ്. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ കെയർലെസ് മിസ്റ്റേക്ക്, ഡിസോർഡറിങ്, പിന്നെ ലൂസിങ് തിങ്സ്. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അവിടെ വെച്ചാൽ ഭയങ്കരമായിട്ട് സംസാരിക്കും, ഇങ്ങനെ ബ്ലാ 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 സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനൊക്കെ പണ്ട് ഭയങ്കര ഹൈപ്പറാട്ടോ, സംസാരിച്ച് നടക്കത്തില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തടസ്സപ്പെടുത്തുക, ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ്. അസസ്മെൻറ്റും റേറ്റിംഗ് സ്കെയിൽ, ഇൻ്റർവ്യൂ ഒക്കെ, സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് ഒക്കെ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, മെഡിക്കൽ ഇവാലുവേഷൻ ഒക്കെ ചെയ്യാം. സോ മെഡിക്കൽ മാനേജ്മെൻറ്റ് എപ്പോഴും ADHD ഉള്ളവർക്ക് എന്ത് വേണമെന്നില്ല, മെഡിസിൻ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചില കേസുകളിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ സൈക്കോളജി കൗൺസിലിംഗ് കൊടുക്കണം. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ പ്ലാനിങ്, ബിഹേവിയറൽ മാനേജ്മെന്റ്. അതായത് ടീച്ചേഴ്സിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ അവരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അപ്പം അവർക്ക് അവരുടെ ബിഹേവിയർ ഓക്കെ ആവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ എൻവയോൺമെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അവർ പഠിക്കുന്ന രീതികൾ, ചെയ്യുന്ന രീതികളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. ഇത് സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, അതായത് മസിലൊക്കെ ലോസ് ആവുന്ന അസുഖങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. സോ സെറിബ്രൽ പാൾസി ബ്രെയിൻ ഡാമേജ് കോസിംഗ് മൂവ്മെന്റ് ആണ്, പോസ്ചറൽ ഇഷ്യൂസ് കാരണമാണ്. സോ ടൈപ്പ് സ്പാറ്റിക്, അത്തിയോട്ടിക്, അറ്റാക്സിക് ആൻഡ് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾ പഠിക്കണം എന്നൊരു നിർബന്ധം ഇല്ല.
പക്ഷേ ഇത്രയും നമുക്ക് ചോദിക്കത്തില്ല. എന്താണ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നായിട്ട് ചോദിക്കത്തില്ല. പക്ഷേ ജസ്റ്റ് ടൈപ്പ് മനസ്സിലാക്കി വെക്കുക. ടൈപ്പിനകത്ത് എന്തെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓരോന്നും ഇച്ചിരി നമുക്ക് അനാട്ടമിക്കലൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. എഡ്യൂക്കേഷണൽ കൺസേൺ ആണെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ട്, സെൻസറി ഇഷ്യൂസും ഉണ്ട് ഈ സെറിബ്രൽ പാൾസിയൊക്കെ വരും. അതായത് ഈ ചില കുട്ടികൾക്ക് കാണാം ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവേണ്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മസിലൊക്കെ ലീൻ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം അവർക്ക് പാരന്റും ഓർ സ്റ്റുഡൻറ് ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ടീച്ചേഴ്സിന്റെ സ്ട്രാറ്റജി പറയുമ്പോൾ അവർക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസ് കണ്ടീഷൻ വിയ പാരന്റ് ഓഫ് സ്റ്റുഡൻറ് ഇൻപുട്ട്. ഒന്നെങ്കിൽ കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പാരന്റ്സ് പറയുന്ന രീതി വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം ചില കുട്ടികൾക്ക് ചില സ്പെസിഫിക് കാര്യങ്ങളിൽ മാത്രമായിരിക്കും പ്രശ്നം വരിക, ചില കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളിലും പ്രശ്നം ഉണ്ടാവും. സോ കമ്പ്യൂട്ടർ, കാൽക്കുലേറ്റർ, റെക്കോർഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ക്ലാസ് റൂം സെറ്റപ്പിൽ മോഡിഫിക്കേഷൻ വരുത്തണം. ലെസൺസ് എപ്പോഴും ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കണം. ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അസൈൻമെന്റ് കൊടുക്കാവൂ, അല്ലാതെ ഓവർ ബർഡൻ കൊടുക്കരുത്. ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് കംപ്ലയിൻസ് നോക്കണം. കംപ്ലയിൻസ് മീൻസ് കംപ്ലയിൻറ്റ് നോക്കണം എന്നല്ല, അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഹിയറിംഗ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റ്. ഹിയറിംഗ് വിഷ്വൽ ഇമ്പയർമെന്റ് നിങ്ങൾക്ക് അറിയാം, സംസാരിക്കാൻ പറ്റാത്ത കൂടുതൽ ബുദ്ധിമുട്ട് കാണിക്കുക, ചെവി കേൾക്കാൻ പറ്റാത്ത വരിക. അപ്പം ഈ ചെവി കേൾക്കുകയും സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും ഒരുമിച്ചായിരിക്കും ചില കുട്ടികൾക്ക് വരിക. ചില കുട്ടികൾക്ക് അങ്ങനെയല്ല, സിംഗിൾ ആയിട്ട് ഹിയറിംഗ് മാത്രമായിരിക്കും, ചെവി മാത്രമായിരിക്കാം. ചില കുട്ടികൾക്ക് വിഷ്വൽ ഇമ്പയർമെന്റും വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അത് വരുന്നത്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിൽ പോലും ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്താ സംസാരിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അപ്പോൾ എഡ്യൂക്കേഷൻ പ്ലേസ്മെന്റ് ഓപ്ഷൻ ഫുൾ ടൈം ഇൻ റെഗുലർ ക്ലാസ്, പാർട്ട് ടൈം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഒന്നുകിൽ ഫുൾ ടൈം റെഗുലർ ക്ലാസ്സിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൂടെ എക്സ്ട്രാ കൊടുക്കാം. നോർമലി കുട്ടികൾ പഠിക്കുന്ന പോലെ പഠിക്കട്ടെ, പക്ഷേ പാർട്ട് ടൈം ആയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. സെപ്പറേറ്റ് ഡേ സ്കൂള്, റെസിഡൻസ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമുക്കിവിടെ കേരളത്തിലൊന്നും ഓപ്ഷൻസ് ഇല്ല, ഭാവിയിൽ വരാം. സോ ഇൻസ്ട്രക്ഷൻ അപ്രോച്ച് ഓറൽ ഓർ ഔറൽ, അതായത് ഹിയറിംഗ് എയ്ഡ്സ് വെച്ചിട്ടോ സ്പീച്ചിങ് ഒക്കെ നമുക്ക് കൂടുതൽ എൻഹാൻസ് ചെയ്യാം. മാനുവൽ ആണെങ്കിൽ സൈൻ ലാംഗ്വേജ്, ഫിംഗർ സ്പെല്ലിങ്. ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് മെത്തേഡ് ആൻഡ് യൂസ് ഓഫ് അസസീവ് ഡിവൈസ് ലൈക്ക് കൊഹളറന്റ് ഇംപ്ലാന്റ്, അത് പിന്നെ ക്യാപിറ്റേഷൻസ് വീഡിയോസ്. അതായത് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് അവർക്കിപ്പം ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് ആണെങ്കിൽ എയ്ഡ്സുകൾ വെക്കാം, നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് വെക്കാം. ഇനിയിപ്പോൾ അവർ കാണാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പം അവർക്ക് കേൾക്കുന്നില്ല, അപ്പം നമ്മൾ കാണാൻ, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് കാഴ്ചയിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ കാഴ്ച കൂട്ടുന്ന വീഡിയോസ് കാണിപ്പിക്കുക. സോ നമ്മൾ ഓരോ ക്ലാസ്സും, അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്ക് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നമ്മളത് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം. ലെസൺസിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. കാര്യം നമ്മൾ നോർമലി ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ അല്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും പറയും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ അധികം വസ്ത്രങ്ങൾ, ഇപ്പോൾ ടീച്ചർമാരോട് സാരി ഉടുക്കാൻ പറയാനുള്ള കാരണം എന്താണ്, അത് അവർ അധികം കോസ്റ്റ്ലി ഡ്രസ്സുകളോ അല്ലെങ്കിൽ അധികം മറ്റുള്ള കുട്ടികളെ തെറ്റിക്കുന്ന ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സാരി, ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ പറയാനുള്ള റീസൺ ഇതൊക്കെ കൊണ്ടുണ്ട് കേട്ടോ. സോ പിന്നെ വിഷ്വൽ അലേർട്സ്, സൗണ്ട് ലൈക്ക് ബെല്ല്, അലാംസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ലിപ്പ് റീഡിംഗ് ഒക്കെ കൂടുതലായിട്ട് അലോ ചെയ്യാം. ആഡിക്വേറ്റ് ലൈറ്റിംഗ് വേണം, കാര്യം ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളതാണ്. ബേസിക്കലി നമുക്ക് സ്വന്തമായി എഴുതുന്ന കാര്യമാണ്. ഒരു ഹിയറിംഗ് പ്രശ്നമുള്ള കുട്ടി, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടി, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണ്ടാവുക, ഏതൊക്കെ രീതി കൊടുക്കണ്ടാവും, അത് തന്നെയാണ്. അപ്പോൾ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. സോ ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഹിയറിംഗ് ആണ് നമ്മൾ കൂടുതലും പറഞ്ഞത്. വിഷ്വൽ ഇമ്പയർമെന്റ് ആണെങ്കിലും സെയിം തന്നെയാണ്, കണ്ണ് കാണില്ല കുട്ടിക്ക്, അപ്പോൾ ലിസണിങ് ആണ് ഇവിടെ കൂടുതൽ കാണുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കണം, സോഷ്യൽ ഇമോഷണൽ സ്കിൽ നോക്കണം, സെൻസറി മോട്ടോർ സ്കില്ല്, ഓറിയന്റേഷൻ മൊബിലിറ്റി, ഡെയിലി ലിവിങ് സ്കില്ല്, വൊക്കേഷണൽ സ്കില്ല്, അത് കരിയർ, ഹൈജീൻ, പേഴ്സണൽ ലൈഫ്, പിന്നെ ട്രാവൽ സ്കില്ല്, പിന്നെ ഫൈൻ മോട്ടോഴ്സ് ആയിട്ടുള്ള ഓൾഫാക്ടറി ഐഡന്റിഫിക്കേഷൻ. നമുക്ക് വിഷ്വൽ എന്ന് പറയുമ്പോൾ കണ്ണ് കാണുന്നില്ലെങ്കിൽ ചെവിയാണ് അവർക്ക് നെക്സ്റ്റ് വരുന്ന ടൂള് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ടീച്ചിങ് സ്കിൽസുകൾ, വിഷൻസുകൾ കൂട്ടുക, അല്ലെങ്കിൽ വിഷൻസ് കൂടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആകാം, അല്ലെങ്കിൽ ചിലർക്ക് പെർമനന്റ് ആകാം. സോ ടെമ്പററി ആണെങ്കിൽ അത് പ്രശ്നമല്ല, അത്
പെർമനന്റ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. ടീച്ചർ റെസ്പോൺസിബിലിറ്റി വിഷ്വൽ ഇമ്പയർമെന്റ് ആണ്. സോ സേഫർ മൂവ്മെന്റ് നമ്മൾ എപ്പോഴും കൊടുക്കണം. ഡീക്ലട്ടേർഡ് ക്ലാസ് റൂം കൊടുക്കണം. അത് മാത്രമല്ല അവർക്ക് വിഷ്വൽ ക്യൂസുകൾ, ടാക്ടൈൽ മാപ്സുകൾ, ഇപ്പം കണ്ണു കാണാത്ത കുട്ടികൾക്ക് മിക്കവാറും മറ്റേ ഡോട്ടൊക്കെ ഇട്ടിട്ടുള്ള രീതിയിലുള്ള റീഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സോ നമുക്ക് അത് കൊടുക്കാം. മൾട്ടി സെൻസറി അപ്രോച്ച്, ഇൻഡിപെൻഡന്റ് നേവിഗേഷൻ, ഓഡിയോ മെറ്റീരിയൽസ്, ലാർജ് പ്രിന്റേഴ്സ് ഓർ ബ്രെയിലൊക്കെ നമുക്ക് കൊടുക്കാം. സോ നിങ്ങൾക്ക് അറിയാം ബ്രെയിൽ റൈറ്റിംഗ് ഒക്കെ അറിയാമല്ലോ, അതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ മൊബിലിറ്റി ട്രെയിനിങ്, ഡെയിലി സ്കിൽ പ്രാക്ടീസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഈ വിഷ്വലും ഹിയറിങ്ങും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കത് സൈക്കോളജിയിൽ നമുക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യം അധികം വരില്ല, ഹിയറിങ്ങും വിഷ്വലും കേട്ടോ. കാര്യം നമുക്ക് കൂടുതലും വരുന്നില്ല. നമുക്ക് ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും രീതിയിൽ ടീച്ചേഴ്സിന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ഭാഗത്ത് നമുക്ക് ഒരു ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷെ ഒരുപാട് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് പഠിക്കാൻ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നതും നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ. സോ അത് നന്നായിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.